ഹലോ പീപ്പിൾ, ദിബിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഏപ്രിൽ 4-ന് ദേവ് പാട്ടിൽ സംവിധാനം ചെയ്ത് ദേവ് പാട്ടിൽ നായകനായ ചിത്രമായിരുന്നു ദി മങ്കി വരുന്ന ചിത്രം. ഇന്ത്യയിൽ ഈ സിനിമ റിലീസിനില്ലായിരുന്നു. കാരണം ഇന്ത്യ കൺട്രിയെക്കുറിച്ചുള്ള രാഷ്ട്രീയത്തെയും പിന്നെ മതത്തെക്കുറിച്ചാണ് ഈ സിനിമയിലൂടെ മെയിനായിട്ട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ സിനിമ റിലീസിനെത്താതെ പോയത്. പക്ഷേ ഈ റിലീസിനെത്താതെ പോയുള്ള ഒരു നഷ്ടമെന്ന് പറയുന്നത് സിനിമയുടെ ആക്ഷൻ സീക്വൻസ്, തിയേറ്ററിൽ കാണേണ്ട സംഭവങ്ങളായിരുന്നു ഈ ആക്ഷൻ സീക്വൻസ്. എന്നാലും കുറേ ഭാഗത്തൊക്കെ റിലീസ് ഉണ്ടായിരുന്നു ഈ സിനിമ, ഇന്ത്യയിൽ ഒഴിച്ച് മാത്രം. സിനിമയുടെ ആക്ഷൻ സീക്വൻസ് 100% നീതി പുലർത്തുന്ന ഒരു ആക്ഷൻ സീക്വൻസിനാണ് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ എനിക്ക് വളരെയധികം ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് നല്ല വൃത്തിയ ദേവ് പാട്ടിൽ എന്ന് പറഞ്ഞ സംവിധായകനും നായകനുമായിട്ടുള്ള ഇദ്ദേഹം ഒരാൾ തന്നെയാണ് പണി നല്ല എടുത്തിട്ടുണ്ട്. ഈ ആക്ഷൻ സീക്വൻസിന് നല്ല പണി എടുത്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി പറ്റി കാണും. കാരണം വെച്ചാൽ ഒരുപാട് ആക്ഷൻ സീക്വൻസ് അങ്ങോട്ടും ഇങ്ങോട്ട് വേഷം കിട്ടുന്നുണ്ട്. ചിലതൊക്കെ ഒറിജിനലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോന്നലാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കിട്ടില്ല ആക്ഷൻ സീക്വൻസാണ് എല്ലാം വന്നിട്ടുള്ളത്. നല്ല എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു മിനി ലെവൽ ജോൺ വിക്ക് എന്ന് വിളിക്കുകയാണെങ്കിൽ അങ്ങനെയും പറ്റും. കാരണം വെച്ചാൽ മിനി ലെവൽ എന്നല്ല, അതിൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ ഒരു പിടി താഴെ നിൽക്കും ഈ സിനിമ, എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ കൊള്ളാം. ആ ആക്ഷൻ സീക്വൻസിന് മസ്റ്റ് വാച്ചബിളാണ് ഈ സിനിമ. റിപ്പീറ്റ് അവൈലബിൾ ഉള്ള ആക്ഷൻ സീക്വൻസാണ് ഇതിലെടുത്ത് വെച്ചിരിക്കുന്നത്. ആ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഞാൻ സിനിമ കണ്ടായിരുന്നു. അത് 1 മണിക്കൂർ എനിക്ക് നല്ല ലാഗായിട്ട് തോന്നി. കഥയൊക്കെ പറഞ്ഞ് കഥയെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയെ കൊന്നവരോടുള്ള റിവഞ്ച് കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇദ്ദേഹം ഒരു അണ്ടർഗ്രൗണ്ട് ബോക്സിംഗ് ഒക്കെ നടത്തുന്ന ഒരാളൊക്കെയാണ്. അപ്പം അതിൽ ഒരുപാട് പ്രശ്നം തോറ്റ് കിടന്ന് അതൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ വീണ്ടും ജയിക്കും, അത് അങ്ങനെയൊക്കെ ഉള്ളൂ. മോട്ടിവേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്നത്, ഇതിൻ്റെ ആക്ഷൻ സീക്വൻസ് പ്രത്യേകിച്ച് ആ ക്ലൈമേറ്റ് ആക്ഷൻ സീക്വൻസ് അടിപൊളിയാണ്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു ആക്ഷൻ സീക്വൻസ് സിനിമയാണ് ദി മങ്കി എന്ന ചിത്രം. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലിഗ്രാം വഴി അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്, വെബ്സൈറ്റിൽ അവൈലബിൾ തുടങ്ങിയിട്ടുണ്ട്. ഏത് OTT പ്ലാറ്റ്ഫോം വഴി ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. മിക്കവാറും നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആമസോൺ ആയിരിക്കും. ഇതിലേതെങ്കിലും ആയിരിക്കും, ഡിസ്നി ഏതായാലും അല്ല. ഇത്രയൊക്കെയുള്ളൂ മങ്കി മാൻ എന്നുള്ള സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.